കുണ്ടൻ സുലൈമാനെ മാരിയോ ജോസഫ് ആക്കിയ ഡിവൈൻ കോമഡി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്ന വാർത്ത ക്രോസിനാദിവടകം എന്ന് പറയുന്നത് പോലെ മോട്ടിവേഷനും സുവിശേഷവും സമം കൂട്ടിക്കുഴച്ച് നൈസായി കച്ചവടമടിച്ചിരുന്ന സുലൈമാൻ മാരിയോ ജിജി ദമ്പതികളുടെ അടിപിടി കേസുകളാണ്. ഈ നാറ്റക്കേസിന് ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിക്കുവാൻ കാരണം കത്തോലിക്ക സഭയുടെ ലേബലിൽ ഫിലോക്കാലിയ എന്ന ഇവരുടെ കുടിൽ വ്യവസായത്തിന്റെ ബാനറിൽ ഇവർ സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ്. സജിത് ജോസഫിന് ശേഷം കത്തോലിക്ക സഭയിലെ ആത്മീയ കുറുവാ സംഘത്തിനേറ്റ കടുത്ത അടിയാണ് മാരിയോ ജിജി ദമ്പതികളുടെ ഈ തമ്മിലടി. ഇരുവരും പോട്ടയിലെ കുപ്രസിദ്ധ പൈശാചിക കേന്ദ്രമായ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ പ്രൊഡക്റ്റുകളാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മുണ്ണവിശ്വാസികളുടെ മനസമാധാനവും കുടുംബ ബന്ധങ്ങളും തകർത്തെറിഞ്ഞ ഒരു പൈശാചിക കൂട്ടായ്മയാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം. ഇപ്പോൾ ഈ പൈശാചിക കേന്ദ്രം കച്ചവടം കുറഞ്ഞ് പ്രതിസന്ധിയിലാണെങ്കിലും ഇവരുടെ ട്രെയിനിങ് കിട്ടി ചെറുതും വലുതുമായ പൈശാചിക കേന്ദ്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടത്തുന്ന പലർക്കും ഇന്നും നല്ല കച്ചവടമാണ്. അവരിൽ ചിലരുടെ പേര് ഞാൻ പറയാം, നിങ്ങൾ അറിയും അവരെയൊക്കെ. നായ്ക്കുംപറമ്പിൽ പാതിരി, പനക്കൽ പാതിരി, കുറുവാസനൻ ജോസഫ്, എംബറർ ഇമ്മാനുവേൽ എന്ന പൈശാചിക കൂട്ടായ്മയുടെ സ്ഥാപകനും പെടുമരണമടഞ്ഞ ജോസഫ് പൊന്നാറയും, പൊന്നാറയുടെ വെപ്പാട്ടി തങ്കമ്മയും, സജിത് ജോസഫ്, ആർതൊട്ടി സാബു, മുല്ലക്കര ദേവസിയ, സുലൈമാൻ മാരിയോ ജിജി, ഒലക്കെ അപ്പാപ്പൻ, ടോം സക്കറിയ, വെപ്പാട്ടി രാജക്കാട് സിന്ധു, അങ്ങനെ എത്ര എണ്ണം ഏതെല്ലാം രൂപത്തിൽ ഭാവത്തിൽ. പൗരോഹിത്യ പൈശാചിക കൂട്ടങ്ങളിലെ തന്തയില്ലായ്മ കണ്ടുമടുത്ത് ന്യൂജൻ പൈശാചിക കൂട്ടായ്മയിലേക്ക് മുണ്ണകളുടെ കുത്തൊഴുക്കുണ്ടാകുന്നത് തടയുവാനാണ് അതേ മാതൃകയിൽ കത്തോലിക്ക സഭ ഇപ്രകാരം ഒരു കരിസ്മാറ്റിക് കലാപരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടക്കകാലത്ത് അത് വൻ വിജയമായി. മുണ്ണക്കുഞ്ഞുങ്ങൾ ലൈറ്റ് വട്ടം കാണുമ്പോൾ ഈയാപ്പാറ്റകൾ പറന്നു വരുന്നത് പോലെ ഇവയ്ക്ക് ചുറ്റും പറന്നുകൂടി. കാശും പോയി, മാനവും പോയി, മനസമാധാനവും പോയി കഴിഞ്ഞപ്പോൾ കുറച്ചെണ്ണത്തിന് ഇപ്പോൾ അടക്കമായി. എങ്കിലും കച്ചവടം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ദിനം പ്രതി ഇത്തരക്കാരുടെ തട്ടിപ്പുകൾ ITV ന്യൂസിലൂടെ ഞങ്ങൾ നിരന്തരം നൽകിയതിന്റെ ഫലമായാണ് ഇത്തരം കള്ളനാണയങ്ങളുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞത്, ഇവരുടെ അടുത്തേക്കുള്ള പോക്കും നിർത്തിയത്. അതിലേറ്റവും ഒടുവിലെത്തത് മാത്രമാണ് സുലൈമാൻ മാരിയോയും ജിജിയും. ലവ് ജിഹാദ് എന്ന് വിലപിച്ച കത്തോലിക്ക സഭ സുലൈമാനെ മാരിയോ ജോസഫാക്കി കാക്കമാരെ പിടിച്ച് മാമോദിസ മുക്കിക്കൊണ്ടിരിക്കുന്നു. 2 കുത്തുപാളയെടുത്ത് നടന്ന സുലൈമാൻ, അമ്പൂരിയിലൂടെ പട്ടിണിയും പരിവട്ടവുമായി തെണ്ടിത്തിരിഞ്ഞു നടന്ന ജിജിയിലും ഡിവൈനിലെ ധ്യാനക്കുറുക്കന്മാർ കണ്ട ക്വാളിറ്റി, പറഞ്ഞാലുടൻ അവർ കൈകൂപ്പി കുനിഞ്ഞു നിൽക്കുവാനുള്ള ആ സന്നദ്ധ മനോഭാവവും നല്ല നാക്കും ആയിരുന്നു. ഇവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ട്രാൻസ് സിനിമയിൽ ഭഗതിനെ വചനം പഠിപ്പിച്ച് സുവിശേഷ പ്രസംഗത്തിന് ഇറക്കിയതുപോലെ രണ്ടിനെയും തട്ടിൽ കയറ്റി. ഡിവൈനിൽ ഒഴുകിയെത്തിയ മുണ്ണങ്ങളെ സംസാരിച്ച് വീഴ്ത്തുവാൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവരെ നിയോഗിച്ചു. നന്നായി പെർഫോമൻസ് നടത്തി. അവിടെ തന്നെ ഇവർക്ക് വീടൊരുക്കി താമസിപ്പിച്ചു. കാലക്രമേണ കച്ചവടം പഠിച്ച രണ്ടും ഒരു ബ്രാൻഡായപ്പോൾ ഫിലോക്കാലിയ എന്ന പേരിൽ സ്വന്തം സ്ഥാപനമുണ്ടാക്കി കച്ചവടം ആരംഭിച്ചു. ചാരിറ്റിയുടെ മറവിൽ ലോകമെമ്പാടു നിന്നും കോടികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. ട്രസ്റ്റുകളായി വെട്ടിയ കാശുകൾ പലതരത്തിൽ അസറ്റായപ്പോൾ ആഡംബരമായി വെള്ളമടിയും പെണ്ണുപിടിയും വ്യഭിചാരവുമായി. ഒടുവിൽ തർക്കമായി അടിപിടിയായി. ദൈവത്തെ മറന്നു മാമോൻ സേവകരായി. സകലതും തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കൊഞ്ചി തേനൊലിക്കുന്ന രീതിയിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്ന, കുടുംബജീവിതത്തിൽ സ്ത്രീകൾ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം, പറ്റുമ്പോഴൊക്കെ ഭർത്താവിനെ ഉമ്മ വെക്കണം, കടിച്ചു പറിക്കണം എന്നൊക്കെ ഉപദേശിച്ചിരുന്ന അമ്പൂരി ജിജി ഭർത്താവിനോട് സ്നേഹപുരസ്കരം പറയുന്ന ആ വാക്കുകൾ ഒന്ന് കേൾക്കുക. എന്തോ ആയിക്കോട്ടെ, എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ച മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ, ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഇതിലും അമ്മേ കുറെ നാളായി മിണ്ടാതിരുന്നു. എന്നിട്ടും അതറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected.
rejected wherever you go. One day, Ajmal and Marsh will turn against you. You will regret. You will come crying. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ചാരിറ്റിയുടെ മറവിൽ കോടികൾ തട്ടി അത് സ്വകാര്യ ട്രസ്റ്റും സമ്പത്തുമൊക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ പണത്തിന് പിന്നാലെ പാഞ്ഞപ്പോൾ ആ കുടുംബം തകരുന്ന കാഴ്ചയുടെ നേർസാക്ഷ്യമാണ്. ഇതിനിടയ്ക്ക് ഇവരുടെ ആ പെൺകുട്ടിയുടെ കരച്ചിലും നിലവിളിയും കേൾക്കാം. വചനം വിറ്റ് ആളുകളെ കബളിപ്പിച്ചുണ്ടാക്കിയ ആ പണം അവരെ പല പല തിന്മകളിലേക്ക് നയിച്ചു. മനസ്സമാധാനം തകർന്നു. ഒടുവിൽ ആ കുടുംബവും തകർന്നു. ദൈവത്തെ വിറ്റ് തിന്നുന്ന വിശ്വാസികളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഓരോ പൈശാചികദാസനെയും കാത്തിരിക്കുന്നത് ഇതുതന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഇവരുടെ ആ സംഭാഷണം ഞങ്ങൾ നൽകുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. Amma, are you okay with this? അജ്മലിനെ മാത്രം പുറത്താക്കിയിട്ട് അമ്മേനെ ഒന്ന് കേട്ടാൻ പറ്റുമോ? അജ്മൽ പോട്ടെ. പക്ഷെ അജ്മലിനെ പുറത്താക്കണം. Then only അമ്മ will come. അതമ്മ കയറൂല. നിന്നെ കയറ്റിട്ടോ. നിന്നെ കയറ്റിട്ട് അമ്മ വരാം. പിന്നെ ഫുൾ ഫാമിലി ആയിരിക്കും. അല്ല, എനിക്ക് അധികാരം വേണ്ട. എനിക്ക് അടോണ കയറിയാൽ മതി. എനിക്ക് അധികാരം വേണ്ട. ഷെയർ എന്താ? ഒന്നുമില്ല. ചാച്ചി 10,000 രൂപ ഇട്ടിട്ടുണ്ട്. അത് കൊടുത്താൽ മതി. ഇതിന് ഇപ്പൊ പറയുന്നുണ്ട അമ്മയുടെ ഞാൻ പറഞ്ഞു, ഞാൻ കുറെ ബെഗ് ചെയ്യുക അമ്മയോട്. ഞാൻ മിണ്ടട്ടെ. ഐ ആം ബെഗിങ്. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. എന്റെ പൊന്നോ, പ്ലീസ്. കൊറേ ചാച്ചയും അമ്മയും എന്നെ ജോക്കർ ആക്കുന്നു. നിയമമുണ്ട്, മറ്റതാ പറ്റില്ല എന്നൊക്കെ. Clear cut reason you give me now. What is the name? Wait. What is the name? What is share? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ? അത് വാശി. മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ നാണയാണല്ലോ. I am your doctor. Why are you lying to me? Why are you making me like a fool? ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തലവേദനിക്കുന്നു, കഷ്ടപ്പെട്ട് സംസാരിക്കുന്നു, trying to make us one. I am putting so much effort and you guys have this bloody cheap ego. What is this ego for? ആർക്ക് വേണ്ടിയിട്ടാ ഈ ഈഗോ? അമ്മ ഓക്കെ വാശി ചെയ്തു. അമ്മയുടെ വാശി ഒന്ന് പൊറുക്കാൻ പറ്റുമോ? അമ്മയ്ക്കൊന്ന് അങ്ങോട്ട് പൊറുക്കാൻ പറ്റുമോ? ഒന്ന് അജ്മലിനെ കളഞ്ഞിട്ട് അമ്മേനെ എടുക്കുമോ? പ്രോബ്ലം സോൾവ് ആവില്ല. പ്ലീസ്. Not possible. Even if I die, I say even if I die, I won't do that until she becomes member. Please, Amma, please. Amma, മിണ്ടാതിരിക്കാം. Please. Chacha, please listen. ആ വാശി ഒന്ന് മാറ്റു. Please, Chacha. Why ആ വാശി? Why this? It's better you kill me than that. Please. No. Please. I said no. Please. No means no. I am male and I am male chauvinist. Please, Chacha, please. I go for your family, for your daughter. No. For your family. This is better for me to die in front of that prostitute. I go the march. Please, Chacha, why? I said no. Why? I said no. Babi, even if you die, I don't care. For this, remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me, Instagram. No problem. I told you that first only. You don't need to talk regarding this. This is my male ego. This is male ego. If you touch that, I don't care. Chacha, you are not my father. Yes. I will never call you father. Do whatever you want. You call me bastard, I don't care. You call me bastard, I don't care. Don't you dare come in front of my face. I am You have not no there. right to be called a father. You are a bloody cheap mean chauvinist. അയാൾ നീ എന്റെ അപ്പനല്ല. ഞങ്ങൾ എന്റെ ജീവിതത്തിൽ വേണ്ട. നീ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു. I don't care. എന്റെ ഭാഗം കഴിഞ്ഞു. The moment I know that you are not there, I will not be there. Forward. Good, very good.
and for this silly thing only you have this ego, no? Appa ego went. Ego in the air. Appa no ego. For you, your ego, your husband, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I love you the most. You are everything that this. You used me, your daughter, who trusted you blindly in everything. You broke my trust. You failed as a father. No, as a father, you have failed. And yet, you are still shamelessly sitting and talking like this. God will. You say God is there with you. It is not God, it is devil who is guiding you. It is the devil. Maybe I am devil. Yeah, you are devil. Yeah. And you have no right to become the father. And don't you dare ever put your face in front of me. You are standing in front of me. Who asked you to stand here? Except house I will. ഞാൻ ഇറങ്ങി പൊക്കോളാം. ഞാൻ അമ്മച്ചാച്ചിയുടെ വീട്ടിൽ പോയി നിന്നോളാം. Your house, no. I shouldn't stay, no. This is also Mama's house. പകുതി അമ്മയുടെയും കൂടിയാ. Stay with her. Over. You have no idea how much this hurts me. I have the idea. With a pure conscience I am talking. Because your ego is that I must remove the Ajmal. It is not possible. That is not my Because ego. your father, That is my your wish. father has a wish. And you must obey the father. Not the father obeys the daughter always. Remember that. ഈ ലൈഫിൽ ഒറ്റൊരു കാര്യം ഞാൻ കെഞ്ചി ചോദിച്ചു. No, you ask everything and I give everything. In this matter, no change. That's all. You ask me anything else, I will do now. You are going to get a reward from God. എന്തോ ആയിക്കോട്ടെ, എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ച് മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ, ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഇതിലും അമ്മേ കുറെ നാളായി മിണ്ടാതിരുന്നു. That is why he is alone all alone his life. എവിടെ പോയാലും ആളെ റിജക്ട് ചെയ്ത് because of his stupid egoistic character. എന്നിട്ടും അത് അറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Mash will turn against you. You will regret, you will come crying. I won't come, I will die. Even if you die, I wouldn't ever come to your funeral. Where are you പതയ്ക്കും? ഞാൻ വരത്തില്ല പതയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ. സ്വന്തം മോള്, സ്വന്തം നായിന്റെ മോളെ ഞാനാ. Tell me that. Why you are so adamant? I'm not so adamant about leaving Ajmal. ഇത്ര ഒച്ച വെച്ച ഒറ്റ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞ അവനെ വിടില്ല. No. നീ വിടുന്നു. ഞാൻ അതുകൊണ്ടല്ല ഒച്ച വെക്കുന്നത്. How dare you? As a father, you still didn't understand my pain. ഞാൻ ഒച്ച വെക്കുന്നത്. You said നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അജ്മലിനെ വിടൂല. That was the only thing. That was the only thing. അടുത്ത കപ്പല. നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അതല്ല ഒച്ച വെക്കുന്നത്. അജ്മലിനെ കേൾക്കാത്തതുകൊണ്ടല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ വലുതാ അജ്മല, എന്നെക്കാൾ ചാച്ചനിലേക്ക് എന്റെ ഞാൻ നാണം കെട്ടപ്പോലും ഐ ഓൾവേസ് പ്രൊട്ടക്ട് യു. എന്റെ ഹാസ് എ വുമൻ എന്റെ മോശമായി ചിത്രീകരിച്ച് എന്നെ നാണം കെടുത്താൽ ഇഫ് ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് യു ഐ വിൽ. എന്റെ ഈഗോ എനിക്കില്ല ഫോർ യു. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന എന്നെ നീ ചത്താലും കുഴപ്പമില്ലടി. എനിക്ക് എന്റെ ഈഗോയാ വലുതെന്ന് പറഞ്ഞപ്പോ എന്റെ എല്ലാം തകർത്തു. ഞാൻ അവിടെ ഷിജിനോട് എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു എനിക്ക് എന്റെ ചാച്ചയാ വലുത്. ഞാൻ എന്റെ ചാച്ചയുടെ ചാച്ച കാരണം ഞാൻ വീഡിയോ എടുത്ത് എല്ലാം ചാച്ച ഇസ് മൈ ഹീറോ. ചാച്ച തകർന്ന ഞാൻ തകരും. ചാച്ച ഹാപ്പി, ഞാൻ ഹാപ്പി. ഐ വിൽ ഡു എനിത്തിങ് ടു പ്രൊട്ടക്ട് ഹിം, ടു സേവ് ഹിം ഫ്രം എവരിതിങ്. ബട്ട് യു ലുക്ക്ഡ് അറ്റ് മൈ ഫേസ്. ആഫ്റ്റർ ട്രസ്റ്റിംഗ് യു ഐ ആം റെഡി ടു സാക്രിഫൈസ് മൈസെൽഫ് ഫോർ യു. ഇത്രയും കഷ്ടപ്പെട്ടത് ഫോർ യു, നോട്ട് ഫോർ മീ. ആൻഡ് യു സെഡ് നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ ഈഗോയാ പിന്നെ, എനിക്ക് എന്റെ അജ്മലാ പിന്നെ. I became the only person I loved and trusted with all my heart. എല്ലായിടത്തും മറിയത്തിനെ എത്ര നല്ല പോലെ സ്നേഹിച്ച് നോക്കി. She broke my trust. അവിടെ എല്ലാവരും turned against me.
എന്തൊക്കെ വന്നാലും ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു. ഈവൻ when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും I stood by your side. ഞാൻ ഒന്നും പറഞ്ഞില്ല against you. ചാച്ച അമ്മയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു നിന്നു. I was there for you. I knew you were wrong, but you haven't leave me and I haven't leave you. I stood by your side. എന്തും ചെയ്യണ്ടേ? Even I was ready to die for you, but you just said I don't need a daughter like you. You go and die. My ego is big. I was a fool. 20 years of my life. The person who I saw as my role model, as my hero, as my all in all, as my everything. Said, you go die. I don't care. Go. I don't have a dad. I lost my dad. I'm inside. You are not my dad. I don't know who you are and why you are, what your motive is, but you lost my dad. You have killed my dad. My dad has died, and I wish if he would come back to me, be by my side and say, don't worry, Muthe, I am here for you. എന്ന് നടന്നാൽ ഞാൻ കൈവിടില്ല, ഞാൻ നിനക്ക് ഉണ്ടാവും എപ്പോഴും. എന്നിട്ട് ഈ ലോകം എനിക്ക് എതിർത്ത് നിന്നാലും ഞാൻ എന്റെ കൂടെ നിൽക്കുവേണ്ടി. എന്റെ മുത്ത എന്ന് പറയുന്നവർ അപ്പനെ ഞാൻ സ്നേഹിച്ചുള്ളൂ. അതുപോലെയായിരുന്നു ഞാൻ. ഈ ലോകം എതിർത്ത് നിന്നാലും എന്റെ ചാച്ചയ്ക്ക് ഞാനുണ്ട്. ഈവൻ ഇഫ് ഹി ഈസ് തെറ്റ് പറഞ്ഞാലും, ഈവൻ ഇഫ് ഹി ഈസ് ദ കൾപ്രിറ്റ്, ഈവൻ ഇഫ് ഈസ് റോങ്, ഐ വുഡ് ബി സൈഡ് ഫോർ യു. ഹി സെഡ് ഞാൻ ചത്താനൊക്കെ കുഴപ്പമില്ല, മരിച്ച ഒരാൾക്ക് കുഴപ്പമില്ല, ആൾക്കാർ ഈഗോ. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്, അല്ലാതെ അജ്മലിനെ വിടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്തത്. ദാറ്റ് ഈസ് യുവർ വിഷ്. എന്റെ ഇത്ര വിഷ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കയറാം, ബട്ട് അജ്മലിനെ വിട്ടിട്ട്, ബിക്കോസ് ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ഷീ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു ഷുഡൻറ്റ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ. യു ഷുഡ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ആസ് എ ഫാദർ. എല്ലാവരുടെ മുന്നിൽ വലിയ ഹീറോ ആയി നിന്നിട്ട് കാര്യമില്ല. If you are nothing in front of you, I'm going to keep you. Don't worry. Within few days, you all will have no distance. Or marriage is over. Few days. No need, no blackmailing. ഇത് 21 വർഷം ഞാൻ കേൾക്കുന്നു. Please, please, wait and he see. knows. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്ന് അയാൾക്ക് അറിയാം. അയാൾ അതുകൊണ്ട് എന്നെ be വേദനിപ്പിക്കില്ല. bold, be bold. ചിലപ്പോ പോകാനാണ് ദൈവം തീരുമാനിച്ചെങ്കിൽ പോകും. Be bold, be bold, be bold, be bold. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ചെയ്തു, നമ്മൾ കോംപ്രമൈസ് വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ മെയിലാണ്, മെയിൽ ഷോമിനിസ്റ്റ് ആണ്, ഞാൻ ഇത് കാണിക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. You don't know what a man is. A true man is 20 years ഇവളുടെ മുമ്പിൽ ഞാൻ തോറ്റിട്ടുള്ളൂ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജയിച്ചാൽ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ ജയിച്ചാൽ പറ്റില്ല. No, you don't love me. You don't love me. No, you are a liar. As a weapon. Yes, പണി you തരാം. are വെപ്പൺ ആയിട്ട് You ഉപയോഗിച്ചുകൊണ്ടിരുന്നു. are torturing me. You don't love me. You don't love me. You are not. ഇവളെ my വെച്ചിട്ട് father. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. If you truly love me, Chacha's ego is never big for you. Love ൽ ഒരിക്കലും ego ഇല്ല. You don't love me. എനിക്ക് മാത്രമല്ല. ഈ കാര്യത്തിന് പറ്റില്ല. This is so humiliating for her and I know how humiliating it would be. ഞാൻ അമ്മയുടെ സ്ഥാനത്തായിരുന്നു, I would have left you. She is not, because she loves you. കോമഡിയാണ് ഈ വർഷത്തെ. മക്കളെ ആള് വേറൊരു പറഞ്ഞിട്ട് കേറത്തില്ല. അയാൾ നിങ്ങൾക്ക് അറിയത്തില്ല മക്കളെ, ശരിക്കും വേറെ ഫേസാ. വീട് പൊന്നോ, നമുക്ക് വീണ്ടും ഊണ്ട് കൂടും. ഊണ്ട് കൂടും പൊന്നോ. One last. And again, you can do it. But one thing I said. അവരെ രണ്ടുപേരും കളഞ്ഞിട്ട് ഞാൻ അജ്മലിനെ കളയില്ല. അമ്മ കയറിയിട്ട് അജ്മലിനെ കളയും. അത് പ്രോമിസ് ആണ്. അത് ചതിയ മക്കളെ, അമ്മനെ ചതിക്കും. ഇല്ല വേണ്ട. No, listen. ഇല്ല പൊന്ന, ഇല്ല പറ, ചതിയ പൊന്ന. അമ്മ അവന്റെ മുന്നിൽ ഒരു ടേബിളിൽ നമ്മൾ Please. എനിക്ക് ചാവി തുറന്നതാ വണ്ടി. എനിക്ക് ചാവി. ഞാൻ വരാം. എനിക്ക് കൊച്ചിനോട് പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.